ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കർണാടകയിലെ ചിക്കബലാപൂരിൽ നിന്നും ആന്ധ്രയിലെ ലേപ്പാക്ഷി ടെമ്പിളിലേക്കുള്ള സൈക്ലിങ്ങിൻ്റെ ഇടയിൽ രാത്രി ആയപ്പോഴേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആന്ധ്ര ബോർഡറിനോട് അടുത്ത് ചേർന്നിട്ടുള്ള ഒരു ഹൈവേൻ്റെ സൈഡിൽ തന്നെ പുതിയതായിട്ട് പണിയാണ് ഒരു കോമൽ ഗാർഡൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ടെൻ്റ് അടിച്ചോട്ട് എന്ന് വന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടുത്തെ ഒരു സാറുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്നാൽ അകത്ത് സ്പേസ് ഉണ്ട്, നീ അകത്ത് കിടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അത് കാരണം ടെൻ്റൊന്നും അടിക്കേണ്ടി വന്നില്ല, സ്ലീപ്പിംഗ് ബാഗ് മാത്രം ഇട്ട്. രാത്രി നല്ല മഴയും ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന് ഇവിടെ കിട്ടിക്കൊണ്ടിട്ട് അങ്ങനെ രാവിലെ തന്നെ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ലേപ്പാക്ഷിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ മാത്രമാണ് ലേപ്പാക്ഷി കാണിക്കണത്. ഇത്ര നേരം ഹൈവേ കൂടി വന്നുകൊണ്ടിട്ട് ഒന്നും റെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങനെ ചവിട്ടി വന്നുകൊണ്ടിട്ട് വേഗം തന്നെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പയ്യെ പയ്യെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിർത്തിയായിരിക്കും പോണത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണ ടൈമിലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കും സൈക്കിൾ ഓട്ടണത്. കൊട്ടകൾ കൊണ്ടിട്ട് കൊട്ടയിൽ തന്നെ സ്പീക്കറൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ആ സൈക്കിൾ ഓട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോമീറ്ററൊക്കെ പെട്ടെന്ന് പോകണമെന്ന് അറിയില്ല. ഓരോ പാട്ടിങ്ങനെ ആസ്വദിച്ച് സൈക്കിൾ ഓട്ടാൻ നല്ല രസമാണ്. അപ്പോൾ കയറ്റം വരുമ്പോഴാണെങ്കിലും നല്ല പാട്ടുകളൊക്കെ ആണെങ്കിൽ കയറ്റം പോലും അറിയില്ല, നമ്മൾ ഇങ്ങനെ ചവിട്ടി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ലേപ്പാക്ഷി ടെമ്പിളിലോട്ട് വന്ന വഴിക്കുള്ള കാഴ്ച ഒരു കണ്ടപ്പോഴേക്കും ഇവിടെ നിർത്തിയതാണ്. ഇതിപ്പോൾ സൈക്കിൾ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് ഒരു കാട് പിടിച്ചിടക്കുന്ന ഉള്ളിലോട്ടൊരു വഴി കണ്ട. വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ സിമിത്തേരി ആണോ ഖബറാണോ എന്നറിയാൻ പാടില്ല. എന്തായാലും ആൾക്കാരെയൊക്കെ കുഴിച്ചിട്ടേക്കണേ. അങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് ഇത് ഖബർ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് കൂടുതലുള്ള ഏരിയയാണ്, മുസ്ലിംസ് ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന വഴിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഖബറുകൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ വഴീൻ്റെ. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഒന്ന് നിർത്തിയതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ വഴിക്കും കുറച്ച് ദൂരം കാഴ്ചകൾ ഇതൊക്കെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയപ്പോഴേക്കും ന്യൂ ഇയറിന് ജനിച്ചൊരു ചേട്ടനാണ്. ചേട്ടൻ മരിച്ചിട്ട് ഇതിൻ്റെ അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വരാൻ നിർത്തി ഇവിടെ നിന്നൊരു കൊമ്പൊക്കെ നമ്മുടെ മേത്തൊക്കെ കുടുങ്ങിയിട്ട് പിടിച്ച് വലിക്കണ പോലെയൊക്കെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കൊമ്പായിരുന്നു. സൈക്കിള് ഹൈവേയിൽ വെച്ചേക്കണ കൊണ്ടിട്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടും പോയാൽ അറിയില്ല. നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല സൈക്കിള്. അപ്പോൾ സൈക്കിളൊന്ന് കാണണം അവിടെ വെച്ചിട്ട് വരാം. കുഴപ്പമില്ല, സൈക്കിൾ അവിടെ. ഇതേപോലെ തന്നെ അപ്പുറത്തൊരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഇത് 2 സൈഡിലുമായിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലുണ്ട്. നമ്മളിപ്പോൾ അപ്പുറത്ത് പോയിട്ട് വന്നുള്ളൂ, അവിടെയാണ് സൈക്കിൾ വെച്ചേക്കണം. അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് മൊത്തം പറമ്പ് പോലെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷിയൊക്കെ ചെയ്യണുണ്ട് അവിടെയൊക്കെ മാറിയായിട്ട്. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഏതാ വഴിയെന്ന് അറിയാൻ പാടില്ല പോകണം. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണതാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആകെ പാമ്പിനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി, വേറെ പേടിയൊന്നുമില്ല. അപ്പോൾ ഈ എഴുജന്തുക്കളൊക്കെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടിട്ട് പിന്നെ മഴയും കൂടി പെയ്തിട്ടുണ്ട്. അപ്പോൾ അനങ്ങാണ്ടൊക്കെ കിടന്നിക്കണമെങ്കിൽ നമ്മൾ അറിയാണ്ട് അതിൻ്റെ പൊക്കത്തൊക്കെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ കൊത്തിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാകുമ്പോഴേ ഇവിടെയൊക്കെ പാമ്പുണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വരുന്തോറും കാഴ്ചകൾ ഇങ്ങനെ കൂടിക്കൂടി തന്നെയാണ്. നല്ല കുറേ ഭംഗിയുള്ള ഖബറുകളൊക്കെ തന്നെയാണ് ചുറ്റിനുള്ളത്. ഓരോന്ന് നമ്മൾ അകത്തേക്ക് വരാൻ നേരത്ത് കളർഫുള്ളായിട്ട് നീലയും പച്ചയും മഞ്ഞയും പല പല കളറിലൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ടിട്ട് നമ്മളൊരു തിരക്കൂടിയ സിറ്റികളിലൊക്കെ പോകുമ്പോൾ കുറേ വീടുകൾ ഇങ്ങനെ പല കളറിൽ കാണുന്നതൊക്കെ പോലെ തന്നെ കുറേ ഖബറുകൾ, അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ആൾക്കാരുടെ കളർഫുൾ ഫോട്ടോകളും നല്ല കുറേ ഫോട്ടോകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ പേര് ഡേറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. ഇപ്പോൾ ഇവിടെ നിന്ന് ആരുമില്ല ഭാഗത്തൊക്കെ. പിന്നെ ഇവിടെ വിളക്കൊക്കെ കത്തിക്കണ പോലെ ഒരു ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെന്താ കറക്റ്റ് ചടങ്ങുകളൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഇത് ഖബർ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഏകദേശം ഇവിടെ ഭൂരിഭാഗം മുസ്ലിംസൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഖബറാവാനാണ് ചാൻസ് ഉള്ളത്. എനിക്ക് സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചിഹ്നങ്ങളും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനായിട്ടുള്ള കുറച്ച്
ഇതെല്ലാം കണ്ടിട്ട് കൾച്ചറില്ലാത്ത ഇതിപ്പോൾ എന്താ ചടങ്ങുകളെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ആൾക്കാരെ കുഴിച്ചിട്ടേക്കണെന്ന് മനസ്സിലായി. ആൾക്കാരുടെ ഫോട്ടോയും അവർ ജനിച്ചോ മരിച്ചൊക്കെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ ലേപ്പാക്ഷി ടെമ്പിളിലേക്ക് പോകണം. നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിള് ഹൈവേയിലല്ല ഈ നമ്മൾ ലേപ്പാക്ഷി ടെമ്പിളിലോട്ട് പോകണ വഴിയായിരുന്നത്. അപ്പോൾ ആ വഴീൻ്റെ അവിടെ വെച്ചേക്കണാണ്. ആൾക്കാർ ലഗേജും എൻ്റെ സ്പീക്കർ എല്ലാ സാധനങ്ങളും ഹോട്ടലിൽ വെറുതെ ഇരിക്കണോണ്ടേ ആൾക്കാരൊക്കെ ആ വഴി പോയിട്ട് എടുത്തിട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നത് സൈക്കിളിൽ ഇരിക്കണുണ്ടോ അവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയത്. കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഇവിടെ ഭാഷ അറിയാവുന്ന ആരെയും കിട്ടണില്ല. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷ ഒന്നും അറിയാൻ പാടില്ല. ഇതിപ്പോൾ തെലുങ്കായിട്ടുണ്ട് ഇവിടെ. ആന്ധ്രാപ്രദേശല്ലേ. പയ്യെ പഠിക്കണം. ഓരോ ലോക്കൽ ആൾക്കാരെയൊക്കെ കിട്ടുമ്പോഴേക്ക് സംസാരിച്ച് കുറച്ച് ഭാഷകളൊക്കെ പഠിക്കണം. അപ്പം അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് പിന്നീട് ഇനി ഇവിടെയൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുമല്ലോ. ഭാഷ എന്തായാലും പഠിക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജുകൾ ഓരോ ലോക്കൽ ആൾക്കാരെ കിട്ടിയാലേ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതും അവർ നമ്മളും തമ്മിൽ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സംസാരിച്ച് ഭാഷകളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്കായിരുന്നു വന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ വീണ്ടും സൈക്കിൾ എടുത്തിട്ട് ഇനി ലേപ്പാക്ഷി ടെമ്പിളിലോട്ട് പോകണം. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നേരത്ത് ഇവിടുത്തെ കുറച്ച് കമ്പനിക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ഗ്രൗണ്ടിലാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ട് ഗ്രൗണ്ട് കാണാനായിട്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമുള്ളതുകൊണ്ടിട്ട് നല്ല രസമായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ കളിക്കാനും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ വീടുകളൊക്കെ വന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലേജിൽ തന്നെയാണ്. അവിടെയും കുറച്ച് ടീമുകൾ പോയിട്ടുണ്ട്. ബാക്കി കുറച്ച് പേര് അടിപൊളി കുറച്ച് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഈ ബ്രോന്റെ പേരെന്തായിരുന്നു? ജാവിദ് ബ്രോ ആണ്. ഇത് തൻവീർ, ഗൗസ്, ഇർഫാൻ, അപ്പോൾ ഇവരൊക്കെ കുറേ നേരം എന്നോട് വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിണ്ടാന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ക്രിക്കറ്റ് കളിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ടയേർഡായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി ക്രിക്കറ്റൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയത്. ഞാൻ ടയേർഡായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോയി വീഡിയോ ഒക്കെ ചെയ്താൽ മതിയായിരുന്നു. കണ്ടുകൂട്ടിയ ആൾക്കാരെന്തായാലും അടിപൊളിയാട്ടോ. പിള്ളേരുകൾ പവറാണ്. ഇവർക്ക് നല്ലോണം ഹിന്ദി അറിയാം. മദർ ടോങ് ഹിന്ദിയാണ്. പിന്നെ ഇവിടെ തെലുങ്കാണ്. പിന്നെ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ അടിപൊളിയായിട്ട് ഹിന്ദി പറയണ്ട. ക്രിക്കറ്റ് കളി തുടങ്ങാനായിട്ട് ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ പയ്യന്മാരൊക്കെ വീലടിക്കലും പിന്നെ ഞാനായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന പയ്യനൊക്കെ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഡാൻസും കാര്യങ്ങളും പാട്ടൊക്കെ ആയിട്ട് ചുമ്മാ ഓരോ ഭാഷയിൽ ഇപ്പം എൻ്റെ ഭാഷയിൽ ഓരോ വേർഡ്സൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഭാഷയിൽ ഓരോ വേർഡ്സ് എനിക്ക് പറഞ്ഞെന്ന്. അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പോണേ ഇല്ലേ മേയായിക പ്ലെയിൻ. അതെ നമ്മളെ വിളിച്ചിട്ട് പിള്ളേർ പോകുന്നുണ്ട്. നമ്മുടെ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. സേഫാണെന്ന് പറഞ്ഞ് പോയി കളിക്കാം. കണ്ടോ ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് അടിപൊളിയാവണം. കാരണം നമ്മൾ യാത്രയിൽ വന്നിട്ട് എവിടെയോ പോകാണ്ടായ ഞാനാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ചുറ്റിനും നോക്കുമ്പോഴാണ് എല്ലായിടത്തോട്ടും നല്ല ദൂരമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉച്ച സമയത്ത് നല്ല വെയിലും കൂടി ഉണ്ട്. ഇവർക്ക് പിന്നെ അതൊക്കെ ശീലമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കളിക്കാനായിട്ട് എന്നെ ടീമിലിട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മാറിയിരിക്കാം, എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പയ്യന്മാരാണ്. അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരെല്ലാവരും ബെഡാ പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ആ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിയാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യണം. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കണുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കളിയൊക്കെ കണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്ത ടീം ഇങ്ങനെ ഓരോ ടീമുകൾ ഇങ്ങനെ വന്നിട്ട് തന്നെ ഇരിക്കണം കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ വ്യത്യാസത്തിലുള്ള ആൾക്കാരുകളൊന്നും ഇല്ല കേട്ടോ. എല്ലാം ചെറിയ പിള്ളേർ തൊട്ടിട്ട് വലിയ ആൾക്കാരുകൾ വരെ വന്നിട്ട് ഒരുമിച്ച് ടീമൊക്കെ ഇട്ടിട്ട് തന്നെ കളിക്കണം. കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കളിക്കുക. എന്നെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർബന്ധിക്കണുണ്ടായി കളിക്കുവായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഈ ഗ്രൗണ്ടിൽ കിടന്നൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ട് ഓടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇവർ വീട്ടിൽ പോവും, എനിക്ക് പിന്നെ ഇന്ന് സൈക്കിൾ ഓട്ടി പോകലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ഇവരോട് എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം സബ്സ്ക്രൈബൊക്കെ ചെയ്യിച്ച് അവരെ കൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ലേപ്പാക്ഷി ടെമ്പിളിൽ എത്തിപ്പെടാനുണ്ട്. വൈകിട്ടുള്ളിൽ അവിടെ എത്തിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ വരാനും ഉണ്ട്. അടുത്ത സ്ഥലവും കണ്ടുപിടിക്കണം സ്റ്റേക്കുള്ളത്.
കാരണം എന്ന് പറഞ്ഞാൽ ഇരുട്ടാവണ മുമ്പ് തന്നെ നമ്മൾ ടെൻ്റ് അടിക്കണമെങ്കിൽ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ നല്ല ചുറ്റുവട്ടമൊക്കെ നമ്മൾ നോക്കി പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഇരുട്ടത്തൊക്കെയാണ് വെട്ടുന്ന ഒന്ന് ടെൻ്റ് അടിക്കണമെങ്കിൽ ചിലപ്പോൾ നോക്കുമ്പോൾ നല്ല സ്ഥലം തന്നെ ആയിരിക്കും, പുൽമൈതാനം പോലെയൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനകത്ത് നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ രാത്രി പാമ്പിൻ്റെയും അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ചിലപ്പോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടി ഇപ്പോൾ ലെപ്പാക്ഷി ടെമ്പിളിലെ വെൽക്കം ബോർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടത് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇന്നത്തെ എത്തിപ്പെടാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ലെപ്പാക്ഷിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചിറങ്ങി കുറച്ച് വന്ന വഴിക്ക് സ്റ്റേ എടുക്കണമെന്നാണ് ഇപ്പോൾ നോക്കണത്. അപ്പോൾ നമുക്ക് പരമാവധി ഇന്ന് ലെപ്പാക്ഷി പോയി നോക്കാം. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഉച്ചക്കൊന്നും അമ്പലങ്ങളാണല്ലോ, അപ്പോൾ കയറാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അതെല്ലാ സമയവും അലൗഡ് ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്, അട്രാക്ഷൻ ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടുത്തെ. അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഞാൻ പോണത് സീസൺ ഓഫ് ആയതുകൊണ്ടിട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ റോട്ടിൽ വണ്ടികളൊന്നും അധികം കാണാത്ത. സീസൺ ടൈമിലൊക്കെ ഇവിടെ നല്ല തിരക്കുകൾ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ജഡായു തീം പാർക്കും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലേപ്പാക്ഷി ടെമ്പിളിലേക്ക് എൻട്രി കയറാൻ നേരത്ത് നമ്മൾ റൈറ്റ് സൈഡ് ആദ്യം കാണണമെന്ന് പറഞ്ഞാൽ ജഡായു തീം പാർക്ക് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നന്ദി ഉണ്ട്. നേരെ നമ്മൾ പോണ വഴിയിലാണ് ലേപ്പാക്ഷി ടെമ്പിൾ. നേരെ പോയി കഴിയുമ്പോൾ തന്നെ ഒരു യൂട്ടേൺ ഉണ്ട്. യൂട്ടേൺ അടിച്ച് വന്നെയാണെങ്കിൽ നമുക്ക് തീം പാർക്ക് മാത്രമായിട്ട് കയറിയിട്ട് പോവാം. അതല്ല, ലേപ്പാക്ഷി ടെമ്പിളിൽ പോകണമെങ്കിൽ നേരെ പോണ വഴിയിൽ തന്നെയാണ് ലേപ്പാക്ഷി ടെമ്പിൾ. 1 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട്. അങ്ങനെ നമ്മൾ ലേപ്പാക്ഷി ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും വേറെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആന്ധ്ര കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതേപോലെ കുറേ പേരെ കമ്പനിയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എല്ലാവരും നമുക്കൊരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ല, ആ ഒരു മൂഡിൽ തന്നെയാണ് എല്ലാവരും നമ്മളോട് കമ്പനിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടെമ്പിൾ കിട്ടി. ഇനി ടെമ്പിളിൻ്റെ അകത്തോട്ട് പോകണം. അപ്പോൾ സൈക്കിൾ ലഗേജൊക്കെ ഇത്രയും ഇവിടെ വെച്ചിട്ട് നമ്മൾ ധൈര്യത്തോടെ പോകാൻ പറ്റും. കാരണം ഇവരൊക്കെ അത്രയും നല്ല കമ്പനിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇതെല്ലാം ഇവിടെ വെച്ചോ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോകണമാണ്. ഇവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ അവർ ഇങ്ങോട്ട് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ ചെറിയൊരു ചാനൽ തുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ബ്രോ, ഞങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനായിട്ട് ഈ ട്രാവലിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അമ്പലത്തിലോട്ട് പോകാനുള്ള വഴിയാണ് കാണുന്നത്. കൊള്ളാം. ഞാൻ ചെരുപ്പ് അവിടെ തന്നെ ഊരിയിട്ട്, ചെരുപ്പൊക്കെ ഉള്ള സ്റ്റാൻഡ് അകത്തുണ്ട്, എന്നാലും ഊരിയിട്ട് കൊണ്ടിട്ട് ഇപ്പോൾ നല്ല ചൂടുണ്ട്, അത് കാരണം പൊള്ളണമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ടാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയിലാണ് അമ്പലത്തിൻ്റെ അകത്തെല്ലാം. ചുറ്റുവട്ടമാണ് ഇത് കാണുന്നത്. ചുറ്റുവട്ടത്തെല്ലാം നല്ല ഭംഗി തന്നെ. പുൽമൈതാനങ്ങൾ, അതുപോലെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് എല്ലായിടത്തും ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാണ്ടുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് ഇരിക്കണമൊക്കെ കാണാം നമുക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത് ഇപ്പോൾ കൂടുതലും മുസ്ലിംസ് ഉള്ളതുകൊണ്ട് തന്നെ അവരെപ്പോഴും സമാധാനമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ട് ഫുള്ള് വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ്. ഇവിടെ കുറച്ച് ടീമുകളുണ്ട്. ടീമുകളെ കണ്ടോ? ഉണ്ടോ? കുഞ്ഞുങ്ങളെ നോക്കിയേ. ഹലോ. ഓരോ നോക്കിയിരിക്കണുണ്ടോ? പാല് കുടിച്ചോണ്ടിരിക്കണേ. പക്ഷെ അധികം അടുത്തോട്ട് പോയാലും പ്രശ്നവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ചിലപ്പോൾ മാന്താനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കുഞ്ഞൊക്കെ ആയിട്ടിരിക്കണോണ്ടിട്ട് നമ്മൾ അടുത്തോട്ട് എത്തി കഴിഞ്ഞാൽ അതുങ്ങൾക്ക് ചിലപ്പോൾ എങ്ങാനും നമ്മൾ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ തോന്നലിട്ട് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് മാന്താനൊക്കെ ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതെന്ന് പറഞ്ഞാൽ അമ്പലത്തിലോട്ട് ഇപ്പോൾ കയറാനായിട്ട് തുറന്നു വെച്ചേക്കണ വാതിലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കയറി വന്നതെന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലൊരു എൻട്രി കൂടിയാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലൊരു എൻട്രി ഉണ്ട്, ബാക്കിലുണ്ട്. ഇങ്ങനെ 4 സൈഡിലും എൻട്രി ഉണ്ട്. പക്ഷേ ഇപ്പം 3 സൈഡ് അടച്ചിട്ടേക്കണേണ് നമുക്ക് കയറാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ. നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തന്നെ ഇവരുടെ ഭാഷയായിട്ടുള്ള തെലുങ്കിലും എഴുതി വെച്ചേക്കണായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ഉപകാരമാണ്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ഒരു സൈഡിലോട്ട് വന്നേക്കണാണ്. ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. കാരണം പാർക്കിലൊക്കെ ഇരിക്കണ ഒരേ ഫീലിൽ തന്നെ നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാനായിട്ടുള്ള കുറേ സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. നേരെ നല്ലൊരു ഭംഗി തന്നെയുള്ള ടോയ്ലറ്റൊക്കെയാണ്. ടോയ്ലറ്റ് ആണെങ്കിലും കുറച്ചങ്ങോട്ട് മാറിയിട്ട് നല്ല ആൾക്കാർക്ക് ഇതിപ്പോൾ പോകണ വഴിയിൽ നിന്ന് റൈറ്റിലോട്ട് കാണുന്ന ചെറിയ വഴി പോകണമെന്ന് പറഞ്ഞാൽ അത് ടോയ്ലറ്റിലേക്ക് പോകാനായിട്ടുള്ള. ടോയ്ലറ്റ് ആണെങ്കിൽ നല്ല വൃത്തിയോടെ തന്നെയാണ് സൂക്ഷിച്ചേക്കണം. ഇവിടെ എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കുവാണെങ്കിൽ ബാക്ക് സൈഡ് വന്ന പാറേൻ്റെ പൊക്കത്തും കുറേ പേരെല്ലാം വന്നിരിക്കണുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയം കൊണ്ടിട്ട് പാറയെല്ലാം നല്ല ചൂടായിട്ട് ഇരിക്കണേ, കാലൊക്കെ നല്ലോണം പൊള്ളണുണ്ട്. അങ്ങനെ ഇതിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പുറകിലെ പാറയിൽ കൂടി തന്നെ കയറി വരാൻ നേരത്ത് കാണുന്നൊരു ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം പണിതേക്കണ കാണുമ്പോഴേക്കും നല്ലൊരു ഭംഗി തന്നെയുണ്ട്. ഈ അമ്പലം മൊത്തത്തിൽ നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. വലിയ വലിയ കല്ലുകൾ, കരിങ്കല്ലുകളിൽ കൊത്തി പണി തീർത്തൊരു അമ്പലം തന്നെയാണിത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ കയറി നോക്കിയപ്പോഴേക്കും ഒരു കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹം പോലത്തെ ഒരു കല്ലുണ്ട്. വേറെ ഒന്നുമില്ല. ആൾക്കാരാണെങ്കിൽ അത് അങ്ങോട്ട് നോക്കണമെന്നില്ല, അതെല്ലാം ഒഴിച്ചിട്ടേക്കണേന്. പിന്നെ നമ്മൾ വീണ്ടും റിട്ടേൺ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ള വഴി കൂടി നടന്നിട്ടിരിക്കണം. അങ്ങനെ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൈഡിലായിട്ട് ഒരു കുടിവെള്ളത്തിൻ്റെ ഓപ്ഷനും കൂടിയുണ്ട്. അതായത് ഒരു 3-4 ടാപ്പ് ആൾക്കാർക്ക് എല്ലാവർക്കും വന്നിരുന്ന് കുടിക്കാൻ, അതുപോലെ കാലും കൈയൊക്കെ കഴുകാനൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം തന്നെ, കുടിവെള്ളമാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് വെള്ളമൊക്കെ കുടിക്കണം. അപ്പോഴേക്കും ഞാനിപ്പോൾ വന്ന സമയത്ത് ഒരുത്തം വന്നിരുന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം വെള്ളം കുടിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡൊന്നും വെക്കല്ല, വെള്ളം കുടിച്ച് അവൻ ആ വഴിക്ക് അവൻ്റെ ഭാഗം നോക്കിപ്പോയി. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഇപ്പോൾ തുറന്നു വെച്ചേക്കണം ഉൾവശം. അകത്തേക്ക് കയറാനുള്ള ഇത് തന്നെയാണ് മെയിൻ എൻട്രി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ളത്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊടിമരമുണ്ട്. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒരു ഉള്ളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്നത്. നമ്മൾ കൊടിമരത്തിൻ്റെ ഇവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഇരുട്ടായിരിക്കുള്ളൂ. 2-3 സ്റ്റെപ്പും കാണാൻ പറ്റും, പിന്നെ ഇരുട്ടായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ അതിശയിപ്പെടുത്തണ പോലെ തന്നെ ഒരു കാഴ്ചകളായിരിക്കും നമുക്ക് വന്നത്. ഓരോ സ്റ്റെപ്പ് കയറി വരുമ്പോഴും ഇങ്ങനെ ഓരോ വെട്ടം വന്നിട്ട് നമ്മൾക്ക് ഓരോരോ തൂണുകളിലുള്ള ഓരോ രൂപങ്ങൾ അങ്ങനെ നമുക്കിവിടെ കണ്ണിലോട്ട് പറയുന്നത് പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ലൊരു കാഴ്ചയും അതോടൊപ്പം തന്നെ നല്ല കുറേ അനുഭവങ്ങളും തന്നെ ആയിരിക്കുള്ളൂ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കായാലും. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കൺസ്ട്രക്ഷനിലും എല്ലാം പാറയിൽ തന്നെ കൊത്തി തീർത്തിട്ടുള്ള കുറേ നല്ല ഡിസൈൻസിലും കുറേ നല്ല രൂപങ്ങളിലെല്ലാം കൊത്തി തീർത്തിട്ട് നമുക്കത് കാണുമ്പോഴേക്കും അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു. കാരണം ഇന്നത്തെ കാലത്തൊന്നും ഇതൊന്നും സാധിക്കില്ല. അങ്ങനെ നമ്മൾ ലെപ്പാക്ഷി ടെമ്പിളിൻ്റെ അകത്തൂടി വരാൻ നേരത്തെ ഇനി അടുത്ത കുറച്ച് ടീമുകളെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്രണ്ട്സാണ് നമ്മുടെ. ഇതൊരു ഭായിയാണ്. ഇവരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരമാണ്. ഇതേപോലെയുള്ള ആൾക്കാർ തന്നെ നമുക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാവലിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ഞാൻ ഏകദേശം അമ്പലത്തിൽ മൊത്തത്തിൽ ചുറ്റിയും കറങ്ങി എല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ജഡായു തീം പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇനി വൈകിട്ടത്തേക്കുള്ള സ്റ്റേയും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവരോടെല്ലാം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേണ്.
ഇനിയിപ്പോൾ ഈ വഴി കൂടി പോയിട്ട് നമ്മൾ അപ്പുറത്ത് അകത്തൂടിയാണ് കയറി വന്നതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് തന്നെ പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. കുറേ വഴികളുണ്ട് ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പം എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ ജഡായു തീം പാർക്കാണ്. അപ്പോൾ ഇവിടെ കയറാൻ നേരത്തെ തന്നെ 2 ബോർഡൊക്കെ വെച്ചേക്കണതാണ്, വെൽക്കം ടു ജഡായു തീം പാർക്ക്. അതുപോലെ തന്നെ വെൽക്കം ടു ജഡായു തീം പാർക്കിലുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോർഡും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറുമ്പോഴാണ് ഇവിടെ ഒരു എൻട്രി എടുക്കാനുണ്ട്. 10 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മൾ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ സൈക്കിൾ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഉള്ള ആളായിട്ട് ഞാൻ കമ്പനി ആയതുകൊണ്ടിട്ട് അവൻ പറഞ്ഞു നീ പോയിക്കോ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആരും കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്തായാലും നോക്കിക്കോളാം, നീ പോയിട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് നേരെ ജഡായു പാറേൻ്റെ മേളിലേക്കുള്ള വഴിയിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ നേരത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല രസമാണ്. ഇവിടെ എല്ലായിടത്തും നല്ല വൃത്തിയോടെ തന്നെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എപ്പോഴും ഇട്ടിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ പോലും താഴെയൊന്നും കിടക്കണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ആരെങ്കിലും കൊണ്ടു ഇട്ടാൽ തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുകൾ വന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് വിടും. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെ നോക്കി നടത്തണം, ചെറിയ ചെറിയ കുറച്ച് ആൾക്കാരുകളുള്ള അവർ തന്നെ നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ കയറിപ്പോണ സ്റ്റെപ്പുകളാണ് കാണുന്നത്. സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ മേളിലൊരു പാറേൻ്റെ പൊക്കത്തായിട്ടാണ് ജഡായു. റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. ഹായ്. അങ്ങനെ ഇപ്പം ഈ ഹായും പറഞ്ഞു പോയവനാണ് ആ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അവനാണ് എൻ്റെ സൈക്കിളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ നേരത്തെ അവൻ മേളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം സേഫാണ്. ആരും അങ്ങനെ സൈക്കിളിൽ നിന്നൊന്നും എടുത്തിട്ടൊന്നും പോകുന്നില്ല. നമ്മൾ മേളിലെത്തിയിട്ട് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച. ചുറ്റിനും വേറെ മലകളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് വീടുകളാണെങ്കിലും ഗ്രാമങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന വഴിയിലാണ് നമുക്ക് ജഡായുവിൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ടി പറ്റണത്. ജഡായുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള വഴിയാണ്. പക്ഷെ നമുക്കിപ്പോൾ കയറാനുള്ള പെർമിഷൻ ഇല്ല, അത് പൂട്ടിയിട്ടേക്കണതാണ്. അതെന്തെങ്കിലും മെയിൻറ്റെയിനിങ്ങും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ആൾക്കാരുകൾക്ക് മാത്രമായിട്ട് കയറാനായിട്ടുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റ് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കയറാനുള്ള പെർമിഷനൊന്നും കൊടുത്തിട്ടില്ല. കാരണം കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അപകടങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കയറാനുള്ള പെർമിഷനുള്ള ഏരിയയിലാണ് ഇങ്ങനെ ഗ്രില്ലടിച്ച് വെച്ചത്. ഇതൊക്കെ അടുത്ത ഇവിടെ നിന്ന് കിട്ടിയ കമ്പനിക്കാരാണ്ടോ. 1 2 3 ബൈക്കനാ നാം ക്യാ ഹൈ? ചിന്നു ചിന്നു, താഹിർ, ഹസീബ്, സാദിഖ് ഭായ്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല, കുറേ പേര് അടിപൊളിയായിട്ടുള്ള കമ്പനിക്കാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇതേപോലെ കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടണതുകൊണ്ട് നമുക്ക് ഉള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യാത്രേനെ കുറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറേ നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്കത്ത് നല്ല മഴക്കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യണതിന് മുമ്പ് എനിക്ക് താഴത്തോട്ട് ഇറങ്ങണം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സൈക്കിളിനകത്ത് എൻ്റെ ഡ്രസ്സുകളാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ പവർ ബാങ്കുകൾ കാര്യങ്ങളെല്ലാം എൻ്റെ താഴെ തന്നെ ഇരിക്കണതാണ്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ അത് നനഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി അവരോടെല്ലാം ബായൊക്കെ പറഞ്ഞിട്ട് ഞാനിനി ഓടി ഇറങ്ങണതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സൈക്കിളിൽ എത്തിപ്പെടണം. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, മഴ പെയ്യണ മുമ്പ് തന്നെ നമുക്ക് എല്ലാം ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടോട്ടൊന്ന് പാക്ക് ചെയ്ത് കിട്ടിയാൽ മതി. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. താഴെ എത്തിക്കഴിയുമ്പോഴുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരെ പോണ വഴിക്കാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സൊക്കെ ഉള്ള പാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് തന്നെ വീട്ടുകാരുകളെല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ മേളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ചിലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഏറ്റവും പുറകിലെ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്. സീസോ, തീറ്റമ്പാലം, അങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്.
പിന്നെ എന്ന് പറഞ്ഞാൽ സൈഡിലെ വഴികളാണെങ്കിലും കാണാനൊക്കെ നല്ല രസമാണ്. ഫുള്ള് ഗാർഡൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും പൂക്കളുടെ ചെടികളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെയാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ക്യാമറ കണ്ടിട്ട് ഒരു ചെക്കൻ നമ്മുടെ അവിടെ വന്നിട്ട് പോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് യൂട്യൂബിൽ ഇടാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ പോയിട്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ്റെ വീട്ടുകാർ വന്ന് എന്നോടൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ബാക്കി പിള്ളേരുടെയും കൂടി ഒന്ന് എടുക്കുമോ വീഡിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു അതിനെന്താണ് പിള്ളേരുടെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് ഗാർഡനിലൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ നമുക്ക് അവരൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയ കുറേ സൗഹൃദങ്ങൾ പിന്നെയും പിന്നെ നമുക്ക് ഇവിടെ നിന്നും കിട്ടിക്കൊണ്ടിരിക്കണതാണ്. അത് നമുക്ക് വളരെ സന്തോഷം തന്നെയാണ്. കാരണം നമ്മുടെ യാത്രയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജ്ജം തന്നെയാണ് ഇതേപോലെയുള്ള കുറേ സൗഹൃദങ്ങളൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം. ഇതിനകത്തുള്ള തെറ്റും കുറവുകളൊക്കെ എല്ലാവരും ക്ഷമിച്ചുകൊണ്ടിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. നമ്മൾ ഈ സൈക്ലിങ്ങിൻ്റെ ഒക്കെ ഇടയിലായതുകൊണ്ടിട്ട് മാത്രം നമുക്ക് അധികം എഡിറ്റ് ചെയ്യാനും വോയിസ് കവറൊന്നും ചെയ്യാനായിട്ട് അധികം പറ്റാറുണ്ട്. കുറേ പ്രശ്നങ്ങൾ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോകൾ പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു.